ഹായ് കുട്ടികളെ, ഞാൻ നിങ്ങളുടെ മഹിമ ടീച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെൽഫ് ഇൻഡക്ഷൻ. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. നിങ്ങൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പതുക്കെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് കാണണം, അതിൻ്റെ നോട്ട്സുകൾ എഴുതി നോക്കണം, കേട്ടല്ലോ. അപ്പോൾ നമ്മളുടെ പരീക്ഷകളൊക്കെ അടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു പ്രിപ്പറേഷനായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൻ്റെ എന്താണ് ഇത് ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡ്യൂസ്ഡ് കറൻറ്റ്, ഇൻഡ്യൂസ്ഡ് EMF, ഫാരഡേസ് ലോസ്, ലെൻസസ് ലോ, അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വേറൊരു ടൈപ്പ് EMFനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. മോഷണൽ EMF അല്ലേ, റൊട്ടേഷണൽ EMF, അതെങ്ങനെയൊക്കെ വരുന്നു, അതിന് ഇക്വേഷൻസ് എന്താണ്, സെയിം ആണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ആ സർക്യൂട്ടിൽ ഇതേമാതിരി ഒരു കമ്പോണൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഇതേമാതിരി ഒരു കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിൽ ഇതേമാതിരിയുള്ള ഒരു കമ്പോണൻറ്റ് നമ്മൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇതെന്താണ്, സോളിനോയിഡ് എന്ന് പറയും അല്ലേ. അതേപോലെ തന്നെ ഒരു കമ്പോണൻറ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടി ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തു, ഇതിലേക്കൊരു ബാറ്ററി കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്, I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് വയർ അല്ല അല്ലേ, ഇതൊരു സോളിനോയിഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് സഡൻലി ഇൻക്രീസ് ചെയ്യില്ല, പതുക്കെയാണ് ഗ്രാജ്വലി ഇൻക്രീസസ്. അപ്പോൾ ഗ്രാജ്വൽ ഇൻക്രീസസ് ആണ് ഇവിടെ ആദ്യം. ഇത് നമ്മൾ ഓൺ ആക്കുമ്പോൾ കീ ഇവിടെ നമ്മൾ പ്രസ് ആക്കുമ്പോൾ കിട്ടുന്നത്, കീ പ്രസ് ആക്കുമ്പോൾ ഇവിടെ കറണ്ട് സഡൻലി മാക്സിമം ആവില്ല, പതുക്കെ അത് ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ആകുമ്പോൾ ആ കറണ്ട് നമുക്കറിയാം, ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണെന്ന് വിചാരിക്കും. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും എന്ത് ഡെവലപ്പ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ സോളിനോയിഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സോളിനോയിഡിൻ്റെ ഉള്ളിൽ എന്ത് വരും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരും അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേമാതിരി ഇവിടെ കറണ്ട് പതുക്കെ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഡെവലപ്പ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആണ് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിൽ ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇത് ഗ്രാജ്വലി ആണ് എന്ത് ചെയ്യിപ്പിക്കുകയുള്ളൂ, കറണ്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. അത് എന്തുകൊണ്ടാണ് ഈ സഡൻലി നമ്മളിത് ഓൺ ആക്കുമ്പോഴേ സഡൻലി അത് മാക്സിമം വാല്യൂയിലേക്ക് വരാത്തത്? അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടി? അതായത് ഇവിടെ ഗ്രാജ്വലി കറണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ ഈ കോയിൽ എന്ത് എക്സേർട്ട് ചെയ്യുന്നു, തിരിച്ച് ഒരു റെസിസ്റ്റൻസ് വേണ്ട, ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ഓപ്പോസിഷൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അക്കോർഡിംഗ് ടു ലെൻസസ് ലോ വെൻ കറണ്ട് ഇൻക്രീസസ് അതെന്ത് ചെയ്യുന്നു, കറണ്ട് ഇൻക്രീസിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ചസ് വരുമ്പോൾ, ഏരിയയ്ക്ക് ചേഞ്ചസ് വരുമ്പോൾ എല്ലാത്തിനും രീതിയിൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആ ഓപ്പോസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഗ്രാജ്വൽ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അല്ല ചെയ്യുന്നതിൻ്റെ റീസൺ അതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പോസിഷൻ, ഇൻക്രീസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പോസിഷൻ അവിടെ ഉണ്ടാകുന്നതാണ്. അതിനെയാണ് ഈ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ, സെൽഫ് ഇൻഡക്ഷൻ.
അപ്പോൾ സെൽഫ് ഇൻഡക്ഷനിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആണ്, കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയി വരും. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, ഞാൻ എന്താ പറഞ്ഞത്, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഫൈ അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തിനോട് പ്രപ്പോർഷണൽ ആണ്? കറണ്ടിന്റെ സ്ട്രെങ്ത്തിന് പ്രപ്പോർഷണൽ ആണ്. കറണ്ടിന്റെ സ്ട്രെങ്ത് ഇപ്പോൾ ഫൈ പ്രപ്പോർഷണൽ ടു ഐ എന്നാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. പക്ഷെ ഞാൻ ഇവിടെ ഒരുപാട് ടേൺസ് വരച്ചിട്ടുണ്ട് അല്ലേ. ആ ടേൺസ്, ഇഫ് n is the number of turns of coil ആണെന്ന് വിചാരിക്കും, നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ, അങ്ങനെയാണെങ്കിൽ n5 എന്ന് പറയണതല്ലേ പ്രപ്പോർഷണൽ ടു ഐ, n5 പ്രപ്പോർഷണൽ ടു ഐ എന്ന് വരും. ഓക്കെ, അപ്പൊ n5 പ്രപ്പോർഷണൽ ടു ഐ. ആൻഡ് നമ്മൾ ഇപ്പോൾ റിമൂവ് ചെയ്യുക, ഈ പ്രപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്തിട്ട് ഈക്വൽ ആക്കുവാണെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ക്ലിയർ ആയല്ലോ? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും സെൽഫ് ഇൻഡക്റ്റൻസ് ഇസ് ഈക്വൽ ടു N5/I. So what is self-inductance from this equation? Self-inductance, it is the ratio of total magnetic flux to the current through it. Current through the coil. അപ്പോൾ it is the ratio between ഇതെന്താണ്? Total magnetic flux by current. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ഇത് നമ്മളുടെ ഫസ്റ്റ് ഡെഫിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡെഫിനേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ കോയിൽ പെർ കറന്റ് ത്രൂ ദ കോയിൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇതിനെ സെക്കൻഡ് ഡെഫിനേഷൻ ഉണ്ട്. അതപ്പോൾ അത് എങ്ങനെയാണ് വരണേ നമുക്ക് നോക്കാം. അതായത് നമ്മളിവിടെ പറഞ്ഞല്ലോ, കറന്റ് പതുക്കെ ഇൻക്രീസ്. ഇപ്പം ഞാനിവിടെ പ്രസ് ചെയ്യുമ്പോൾ കറന്റ് പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഗ്രാജ്വലി ഇൻക്രീസസ്. ഓക്കെ, ഇനി ഈ പ്രസ്സിങ് റിലീസ് ചെയ്യാൻ വിചാരിക്കും, ഇതിന് നമ്മൾ കണക്ഷൻ കൊടുക്കണില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കറന്റ് ഡിക്രീസ് സഡൻലി എന്തായിട്ട് മാറില്ല, സീറോ ആയിട്ട് മാറില്ല, ഗ്രാജ്വൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാജ്വലി കറന്റ് ഐ ഇൻക്രീസസ് or gradually current decreases. അതിൻ്റെ റീസൺ പെട്ടെന്ന് സീറോ ആവാത്തതിൻ്റെ റീസൺ, കറണ്ടിനെ ഡിക്രീസ് ചെയ്യുന്ന കറണ്ടിനെയും ഇൻക്രീസ് ചെയ്യല്ലേ എന്ന് പറയും. ഇൻക്രീസ് ചെയ്യുന്ന കറണ്ടിനോടും പറയും അങ്ങനെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യണ്ട, പതുക്കെ ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ടൈമിൽ ഒരു ഓപ്പോസിഷൻ ഡെവലപ്പ് ചെയ്യും. ആ ഓപ്പോസിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായിട്ടാണ്? ഇൻഡ്യൂസ്ഡ് EMF ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഇതിൽ കൂടി കറണ്ട് ഗ്രാജ്വലി ഇൻക്രീസസ് ഗ്രാജ്വലി ഡിക്രീസസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നതായിട്ടല്ലേ പറയണത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? വെറുതെ കറണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്ലോ ചെയ്യപ്പോൾ ഉണ്ടായതാണോ? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. ഇവിടെ എങ്ങനെയാണ് ഈ കറണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്? ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, ഗ്രാജ്വലി ഇൻക്രീസസ് ഓർ ഗ്രാജ്വലി ഡിക്രീസസ്. അപ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്തു അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. ഇതല്ലേ പറഞ്ഞത്? ഇത്രയും ക്ലിയർ ആയാലോ? അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന EMF എന്ന് വിചാരിക്കും. എന്ന് പറയുന്നത് എന്തിനോട് പ്രപ്പോർഷണൽ ആണ്? കറണ്ടിനോടാണോ? അല്ലല്ലോ. എന്തിനോടാണ് പ്രപ്പോർഷണൽ ആയിട്ട് ഇരിക്കുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റിനോടാണ് പ്രപ്പോർഷണൽ ആയിരിക്കുന്നത് അല്ലേ? DI/dt യോടാണ് പ്രപ്പോർഷണൽ ആയിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, L എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. അപ്പം L × DI/dt. ഇനി ലെൻസസ് ലോ പ്രകാരം ഈ ഇൻഡ്യൂസ്ഡ് EMF എന്തിനാണ്? ഓപ്പോസിഷൻ എഫക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ മൈനസ് സൈൻ കൊടുക്കും. ഈസ് ഈക്വൽ ടു മൈനസ്, കൂടെ എഴുതാം, ഈസ് ഈക്വൽ ടു മൈനസ് LDI/dt. ഇതാണ് നമ്മളുടെ EMF അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് L എന്താന്ന് പറഞ്ഞിട്ട് എഴുതാം. L എന്ന് പറയുന്നത് എന്താ വരിക?
L is equal to ഞാൻ മാഗ്നിറ്റ്യൂഡിൽ എഴുതുവാണെങ്കിൽ EMF by di/dt. അപ്പൊ ഇത് നമ്മളുടെ സെക്കൻഡ് ഡെഫിനിഷൻ ആയിട്ട് കരുതിക്കൂടെ അല്ലേ? അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF കാരണം അവിടെ ഉണ്ടാവുന്ന അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് കാരണം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF in the coil per the rate of change of current through the coil. Induced EMF divided by the rate of change of current. Rate of change of current through the coil. Rate of change of current through the coil. ഇപ്പോൾ രണ്ട് ഡെഫിനേഷനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ E/di/dt. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ E എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുകയാണ് 2 വോൾട്ട് എന്ന് തന്നിരിക്കുകയാണ്. di/dt എന്ന് പറയുന്നത് നമുക്ക് di/dt is equal to 1 ampere per second ആണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നമുക്ക് വാട്ട് ഈസ് L എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ 2/1 which is equal to 2. അതിനൊരു യൂണിറ്റ് വേണ്ടേ? എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് H എന്നാണ് നമ്മൾ എഴുതുന്നത്. വാട്ട് ഈസ് H? ഇറ്റ് ഈസ് ഹെൻറി കേട്ടോ. ഹെൻറിയാണ് യൂണിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെയൊക്കെ വരുന്നു, ഏത് രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്യണേന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പോസിഷൻ എഫക്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ പ്രോപ്പർട്ടീനെയാണ്, അതായത് ആ ഓപ്പോസിഷൻ എഫക്റ്റിൻ്റെ ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ആ പ്രോപ്പർട്ടി കാരണം ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ചെയ്യുന്നതാണ് എന്ത്? EMF. ആ ഇൻഡ്യൂസ്ഡ് ചെയ്യുന്ന EMF ഡയറക്ട്ലി പ്രപ്പോർഷണൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് എന്നാണ്. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം അതിന് മുൻപ് നമുക്ക് ഈ ബോർഡ് ഒന്ന് മാറ്റാം. ഇപ്പോൾ ഒരു ഇൻഡക്ടർ ഇതിനെ ഞാൻ DC-യിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? AC-യിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് നമ്മൾക്ക് 3 കമ്പോണൻറ്റുകളാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്, നമ്മളുടെ ഈ വർഷം പഠിക്കാനുള്ളത്. 1 റെസിസ്റ്റർ, 2 ഇൻഡക്ടർ, 3ാമത്തത് കപ്പാസിറ്റർ. അപ്പോൾ ഇൻഡക്ടറിനെ കുറിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ DC-യിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ടോ, AC-യിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ DC എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് കറൻ്റാണ്, ഒരു കോൺസ്റ്റൻറ്റ് കറൻ്റായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇഫ് എനി ഫ്ലക്ച്വേഷൻ ഇൻ ദ DC കറണ്ട്, എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഇൻ DC കറണ്ട് അതിനെ ഓപ്പോസ് ചെയ്യും. മനസ്സിലായല്ലോ? DC കറണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ, ഏതെങ്കിലും ഒരു വേരിയേഷൻസ് വരികയാണെങ്കിൽ അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഈ കമ്പോണൻറ്റ് യൂസ് ചെയ്യും. ഇൻഡക്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. AC-യിലാണെങ്കിൽ AC എന്ന് പറയുമ്പോൾ നമുക്കറിയാം, AC എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് അല്ല അല്ലേ? നോക്കിയാൽ ഇതെങ്ങനെയാണ്? ഡയറക്റ്റ് അല്ല. ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് ഹാഫ് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൾറെഡി ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള കറണ്ടാണ്. ഇപ്പം നമ്മളൊരു ഡിസേർഡ് വാല്യൂവിനെ കഴിഞ്ഞും ഇതിന് മാഗ്നിറ്റ്യൂഡ്, ഇപ്പം ഈ മാഗ്നിറ്റ്യൂഡിന് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് വരികയെന്ന് വിചാരിക്കും. ഡിസേർഡ് മാഗ്നിറ്റ്യൂഡിനെ കഴിഞ്ഞും എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഈ ഇൻഡക്ടർ യൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇൻഡക്ടർ എന്തെങ്കിലും ഒരു ചേഞ്ച് ഇൻ കറണ്ട് വരികയാണെങ്കിൽ മാത്രമാണ് ഇത് ആക്റ്റീവ് ആവുള്ളൂ. എന്തെങ്കിലും ഒരു കറണ്ടിന് ചേഞ്ച് വരണം അല്ലേ? അതുവരെ ഇയാൾ സൈലൻ്റാണ്. അയാൾ സൈലൻ്റായിട്ടിരുന്നു. അയാൾ സൈലൻ്റ് ആവാതിരിക്കുന്നത് എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ, നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ? നമ്മൾ സൈലൻ്റ് തന്നെ ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ പുറത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വയലൻ്റ് ആവും. അതേമാതിരി തന്നെ ഈ ഇൻഡക്ടർ ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ കറണ്ടിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഡിക്രീസ് ചെയ്യുമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇയാൾ എന്താവും? ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് മാറും. മനസ്സിലായല്ലോ?
അപ്പോൾ അതാണ് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അതിൻ്റെ നമ്മൾ യൂസസ് ആണ് നമ്മൾ പറഞ്ഞത്, ഇൻഡക്ടറിൻ്റെ യൂസ് ആണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ, കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ എന്ത് എനർജിയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക, ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ എന്ത് എനർജിയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ എന്താണ് സ്റ്റോർ ചെയ്യണത് എന്നുള്ളത് അല്ലേ. എന്താണ് സ്റ്റോർ ചെയ്യണത്? മാഗ്നറ്റിക് ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് എനർജി ആയിരിക്കണം സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പ്രാവശ്യം നമ്മളോട് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ, ഈ ഇൻഡക്ടറിൻ്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടർ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഇൻഡക്ടർ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് പല പല കേസസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ ഈ എൻഡിന് എ എന്ന് എടുക്കണം, ഈ എൻഡിന് ബി എന്ന് എടുക്കണം. അപ്പോൾ ഇതിൽ കൂടി ഞാൻ ഫ്ലോ ചെയ്യിപ്പിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കറണ്ടാണ് ഫ്ലോ ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കാം. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ഞാൻ ഫ്ലോ ചെയ്യിപ്പിക്കുമ്പോൾ I ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ കോൺസ്റ്റന്റിന് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്താൽ di/dt ഈക്വൽ ടു എന്താ വരിക? 0 വരിക അല്ലേ. അപ്പം നമ്മളുടെ EMFന്റെ ഇക്വേഷൻ എന്തായിരുന്നു? E ഈക്വൽ ടു -L di/dt എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ di/dt 0 ആയിക്കൊണ്ട് എന്താ വരിക? പൊട്ടൻഷ്യൽ, ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ്. അതായത് VAB എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 0 ആയിട്ട് വരും. അതായത് VA ഈക്വൽ ടു എന്താണ്? VB ആണ്. അവിടെ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽസ് സെയിം ആയിട്ട് വരും. ദർ ഇസ് ഇനാക്റ്റീവ് സ്റ്റേജിലാണ് എന്തിരിക്കുന്നത്? ഇൻഡക്ടർ ഇരിക്കുന്നത്. ഇത് ഇനാക്റ്റീവ് ആണ് കേട്ടോ. ഇനാക്റ്റീവ് സ്റ്റേജിലാണ് ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ ഞാൻ പറയാൻ പോവാണ്. സെക്കൻഡ് കണ്ടീഷനിൽ ഇഫ് I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. I ഇതാണ് നമ്മളുടെ ഇൻഡക്ടർ. ഓക്കെ, ഇത് A, ഇത് B. I ഇൻക്രീസസ് ആണ് വിചാരിക്കും. I ഇൻക്രീസസ്. ഇൻക്രീസ് ചെയ്യുന്ന ആളെ ഇൻക്രീസ് ചെയ്തോടാ എന്ന് പറയൂ? ഇല്ല. ഇൻക്രീസ് ചെയ്യുന്ന ആളോട് പറയും ഇൻക്രീസ് ചെയ്തത് മതി, നിർത്ത് എന്നുള്ള ലെവലിൽ പറയും. അപ്പോൾ ഇതിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന് ഇങ്ങോട്ടൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട്, അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് വരും. അപ്പോൾ ഇങ്ങോട്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വരുവാണെങ്കിൽ ഇവൻ ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽസ് കറണ്ട് നോക്കി ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ എവിടുന്ന് ഇങ്ങോട്ടാ കറണ്ട് ഫ്ലോ ചെയ്യുക? പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ പോവുക. അപ്പോൾ ഇവിടെ എന്തായി മാറും? ഈ ഒരു ഭാഗം പോസിറ്റീവ്, പിന്നെ ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻഡക്ടറിൻ്റെ EMF ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, AB. അപ്പോൾ ഇവിടെ നോക്കിയേ VAB എന്ന് പറയുന്നത് VA മൈനസ് VB അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരിക? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ അല്ലേ, ഗ്രേറ്റർ ദാൻ ആണ് വരിക, ഗ്രേറ്റർ വാല്യൂ ആണ് വരിക, ഗ്രേറ്റർ വാല്യൂ ആണ് വരുന്നത്. ദാറ്റ് ഈസ് VA ഈക്വൽ ഇല്ല, VA ഈസ് ഗ്രേറ്റർ ദാൻ VB ഇങ്ങനെ വരും. അപ്പോൾ VAB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, കറണ്ട് ഇൻക്രീസ് ആണെങ്കിൽ ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കണം പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എൻഡ് പോസിറ്റീവും ഈ എൻഡ് നെഗറ്റീവും ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VA എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ VB, ദാറ്റ് ഈസ് VAB ഈസ് എ പോസിറ്റീവ് വാല്യൂ ആയിട്ട് വരും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിക്കേ, ഇവിടെ A, ഇത് B. ഞാൻ പറയുന്ന I എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്, അതേ ഡയറക്ഷനിൽ തന്നെയാണ്. ഡിക്രീസ് ചെയ്യുന്ന ആളോട് ഇവൻ എന്താ പറയാ? ഡിക്രീസ് ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമോ? ഇല്ലല്ലോ. ഡിക്രീസ് ചെയ്യുമ്പോൾ അയ്യോ ഡിക്രീസ് ചെയ്യല്ലേ, ഇൻക്രീസ് ചെയ്യാൻ ഞാൻ സഹായിക്കാമെന്ന് പറയും. അപ്പോൾ വീണ്ടും ഇൻഡ്യൂസ്ഡ് EMF ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഇതേ ഡയറക്ഷനിൽ തന്നെ വരും. അപ്പം നോക്കി കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം എവിടെയായിരിക്കും പോസിറ്റീവ് വരിക? പോസിറ്റീവ് ഇവിടെ വരും, നെഗറ്റീവ് ഇവിടെ വരും. വേണ്ട, ഈ ഒരു എഫക്റ്റിലാണ് വന്നത്. നല്ല കറണ്ട് ഫ്ലോ ചെയ്യണം നോക്കി ഒരേ ഡയറക്ഷനിൽ വന്നത്. അപ്പം ഇവിടെ ആരാ വലുതായിട്ടിരിക്കുന്നത്? VA ആണോ വലുത്, VB ആണോ വലുത്? VA ആണോ വലുത്, VB ആണോ വലുത്? ഇവിടെ VB ആണ് വലുത്. അപ്പോൾ അതുകൊണ്ട് VAB എന്ന് പറയുന്നത് VA മൈനസ് VB എന്ന് പറയുന്നത് ലെസ് ദാൻ വാല്യൂ ആയിരിക്കും വരുന്നത്.
അതായത് ദാറ്റ് മീൻസ് എവിടെയാണ് കൂടുതൽ, വി എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ വി ബി ആണ്. ദാറ്റ് മീൻസ് വി ബി ഈസ് ഗ്രേറ്റർ ദാൻ വി എ എന്നാണ് വരുന്നത്. അതായത് ഇവിടെ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. കറണ്ട് ഇൻക്രീസിങ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ആണ് വരിക. ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ബാറ്ററിയുടെ ഡയറക്ഷൻ നമ്മളപ്പോൾ നോക്കുക. ബാറ്ററി ഇവിടെ പോസിറ്റീവ് ആയിരിക്കണം, ഇവിടെ നെഗറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ളത് ഹൈ പൊട്ടൻഷ്യൽ, ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ളത് ലോ പൊട്ടൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് വി എ ഗ്രേറ്റർ ദാൻ വി ബി ആയിരിക്കണം. ഇപ്പോൾ വി എ ബി എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലോ ഇറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ. വി എ ബി എന്ന് പറയുന്നത് എന്താണ്? വി എ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ എന്ന് പറയും. നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മളുടെ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രോബ്ലത്തിൽ എന്താണോ ഡിക്രീസ് ഇൻ കറണ്ട് എന്ന് പറഞ്ഞിട്ട്, റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടുന്നതാണ്. പക്ഷെ എന്നാലും ഇൻ കേസ് ഇത് എവിടെയാണ് പൊട്ടൻഷ്യൽ ഹൈ എന്ന് ചോദിച്ചാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഹൈ ഡിക്രീസിങ് ആണെങ്കിൽ അതേ ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഡിക്രീസിന് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്, ഇൻക്രീസിങ് കറണ്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ബാറ്ററിയുടെ ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. അങ്ങനെ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സപ്പോസ് ചെയ്തിട്ട് നമുക്കൊരു ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ് നമ്മളുടെ സർക്യൂട്ട്. അപ്പോൾ കറണ്ട് ഐ ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് ഡി ഐ ബൈ ഡി ടി ഗിവൺ ആണ്. ഇറ്റ് ഈസ് 2 ആംപിയർ പെർ സെക്കൻഡ്. ഇറ്റ് ഈസ് പ്ലസ് ഇൻക്രീസസ് മീൻസ് പ്ലസ് ആണ്. അപ്പം പ്ലസ് 2 ആംപിയർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ ദ self inductance of the coil is given as 2 Henry. Then find the EMF എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ എവിടെയാണ്, ഇവിടെ ഞാൻ എ എന്ന് എഴുതുന്നു, ഇവിടെ ബി എന്ന് എഴുതുന്നു. വാട്ട് ഈസ് വി എ ബി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ഇത് പോസിറ്റീവ് ആണോ ഓർ നെഗറ്റീവ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. വി എ ഗ്രേറ്റർ ദാൻ വി ബി ആണോ, അങ്ങനത്തുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരിക. അപ്പോൾ ഇതെന്താണ് നമുക്ക് ചെയ്ത് നോക്കാം. EMFിൻ്റെ ഇക്വേഷൻ. EMF എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇൻഡ്യൂസ്ഡ് EMF ഇറ്റ് ഈസ് ഫോർ ഡിക്രീസിങ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് L di/dt എന്നാണ് നമ്മളുടെ ഇക്വേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു ഇവിടെ di/dt ഇറ്റ് ഈസ് ആൾസോ 2 വിച്ച് ഈസ് ഈക്വൽ ടു -4 വോൾട്ട്. നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. ഈ ഇങ്ങനെ ഐ ഇൻക്രീസിങ് ആണെങ്കിൽ ഇത് ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള EMF ആണ് ഡെവലപ്പ് ചെയ്യുന്ന -4 വോൾട്ട്. അപ്പോൾ ഇവിടെ വി എ ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ വി എ മൈനസ് വി ബി ആണ്. വി എ മൈനസ് വി ബി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റിൽ വി എ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് അങ്ങോട്ടാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ്, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി എ ഈസ് ഗ്രേറ്റർ ദാൻ വി എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി ബി ആണ്. ദാറ്റ് മീൻസ് വി എ മൈനസ് വി ബി എന്ന് പറയുന്നത് 4 വോൾട്ട് അല്ലേ, പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ്. വി എ ഈസ് ഗ്രേറ്റർ ദാൻ വി ബി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഒരു റെസിസ്റ്റർ, ദെൻ ഒരു ഇൻഡക്ടർ, പിന്നെ ഇവിടെ ഒരു ഗിവൺ ആയിട്ടുള്ള ഒരു ബാറ്ററി. ഇത് എ, ഇത് ബി. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ വാല്യൂസ് R is equal to 1 ohm, കറണ്ട് is equal to 2 ആംപിയർ, ദെൻ L is equal to 2 ഹെൻറി. ഇതിലത്തെ EMF എന്ന് പറയുന്നത് equal to 20 volt, and the rate of increase of current it is 1 ampere per second. അങ്ങനെയാണെങ്കിൽ what is VAB എന്ന് പറയുന്നത്, what is VAB? ഇതാണ് ക്വസ്റ്റ്യൻ.
അപ്പം നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കിയത് എന്താണെന്നുള്ളത്. ഇവിടെ നോക്കി, കറണ്ട് ഇങ്ങോട്ടല്ലേ ഫ്ലോ ചെയ്യാം അല്ലേ? അപ്പൊ നോക്കി, കറണ്ട് ഇൻക്രീസിങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസിങ് കറണ്ടിനെ ഓപ്പോസ് ചെയ്യാനാണ് ഇവൻ ശ്രമിക്കുക, ഇൻഡക്ടർ. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും, IC. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനൊന്ന് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇതാണ് ഇവിടുത്തെ EMFന്റെ, ഇവിടെ ഒരു ബാറ്ററി ആണെങ്കിൽ ഈ ബാറ്ററി എങ്ങനെ വരും? ഇത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇതാണ് എല്ലിലുണ്ടായ EMF, അതായത് ഇൻഡക്ടൻസിന്റെ കേസിലുണ്ടായ ബാറ്ററിയുടെ ഒരു ലെവലാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ അടുത്തത് ഇവിടെ ഇത് 20 വോൾട്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെന്ത് വരും? ഈ L എന്ന് പറയുന്നത് L × di/dt അല്ലേ? അപ്പൊ -L × di/dt which is equal to -L എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. di/dt എത്രയാ? 1 × 1. അപ്പൊ ഇവിടെ എത്ര വരും? -2 വോൾട്ട് എന്ന് വരും. ഇവിടുത്തെ വോൾട്ടേജ് എത്ര വരിക? VR is equal to R × I. R എന്ന് പറഞ്ഞാൽ 1 × I 2 ഉണ്ടോ? അപ്പൊ 2 വോൾട്ട് എന്നാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ എത്ര വരും? 2, ഇവിടെ 2, ഇവിടെ -2, ഇവിടെ +20 which is equal to 20 വോൾട്ട്. ദാറ്റ് ഈസ് VAB എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 20 വോൾട്ട് ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് ഡിക്രീസിങ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? di/dt. ഡിക്രീസിങ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ di/dt മൈനസ് എഫക്റ്റ് വരും. അപ്പൊ ഇവിടെ +2 വോൾട്ട് എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മളിവിടെ പ്ലസ് എന്ന് എഴുതും. പിന്നെ അങ്ങനെ നമ്മളിവിടെ 24 എന്നുള്ള വോൾട്ട് EMF ഡിക്രീസ് ചെയ്യുന്നതിന് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മീനിങ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ നമ്പർ ഓഫ് ടേൺസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. Self-inductance of the solenoid. സോളിനോയിഡിൻ്റെ ഉള്ളിലത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് നമുക്കറിയാം എന്താണ്? μ0 Ni എന്നാണ് അല്ലേ? വാട്ട് ഈസ് N? N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്, യൂണിറ്റ് ലെങ്ത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു μ0 N/L I. ഇതാണ് B. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻസൈഡ് ദ സോളിനോയിഡ് എന്ന് പറയുന്നത് വരും B.A എന്ന് വരും. ബിയും എയും ഒരേ ഡയറക്ഷനിലാണ് അല്ലേ? സോളിനോയിഡ് നോക്കി ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ മാഗ്നറ്റിക് ഫീൽഡും ഇവിടുത്തെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ μ0 N/L × I. ഏരിയ എന്ന് പറയുന്നത് πr². ഓക്കെ. ഇനി ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ N∅ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു N × ∅ വിച്ച് ഇസ് ഈക്വൽ ടു μ0. ഇവിടെ ഒരു N ഉണ്ട് ഓൾറെഡി. അപ്പോൾ N² L I πr² എന്ന് കിട്ടും ടോട്ടൽ ഫ്ലക്സ്. ഇനി നമ്മൾക്ക് അറിയണ ഒരു ഇക്വേഷൻ എല്ലിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലായിരുന്നു. എന്തായിരുന്നു? ഫ്ലക്സ് ഈക്വൽ ടു I Li. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു Li. അപ്പോൾ L ഇസ് ഈക്വൽ ടു എന്താ വരിക? N∅/I എന്നാണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു I വെച്ച് ഡിവൈഡ് ചെയ്യാം. μ0 N²/L. I വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ IOയും ക്യാൻസൽ ചെയ്ത് പോകും. πr². ഇപ്പോൾ πr² വേരിയിങ് അല്ല, എല്ലും കോൺസ്റ്റന്റ് ആണ്.
μ0 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ നമ്പർ ഓഫ് ടേൺസ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഞാൻ ഇവിടെ എന്നിന് ഈ ഒരു ഇക്വേഷനിൽ n is equal to n into l എന്നല്ലേ, അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ l is equal to μ0 n square l square by l into pi r square. അപ്പോൾ which is equal to μ0 n square l pi r square. What is l pi r square? l pi r square എന്ന് പറഞ്ഞാൽ സോളിനോയിഡിൻ്റെ ലെങ്ത്തും ഏരിയ ക്രോസ് സെക്ഷനും എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വോള്യമാണ് അല്ല, മാഗ്നിറ്റ്യൂഡിൻ്റെ ഡയമെൻഷനലി നമ്മൾ നോക്കുകയാണെങ്കിൽ വോള്യമാണ്. അപ്പോൾ μ0 n square v എന്നാണ്. അപ്പം l എന്ന് പറയുന്നത് എന്തിനോടൊക്കെ പ്രപ്പോർഷനാണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തിൻ്റെ സ്ക്വയറിനോട് പ്രപ്പോർഷണൽ ആണ്. ഇറ്റ് ഈസ് ആൾസോ പ്രപ്പോർഷണൽ ടു ദ വോള്യം, വോള്യത്തിനോട് പ്രപ്പോർഷണൽ ആണ്. വോള്യം കോൺസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. വോള്യം ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഓൺലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ ദ സ്ക്വയർ ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ്. ഇതൊക്കെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്തിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇവിടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു മാഗ്നറ്റിക് എനർജീനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ഈ ഇൻഡക്ടറിനുണ്ട് അല്ലേ, മാഗ്നറ്റിക് എനർജി. അപ്പം എത്രമാത്രം മാഗ്നറ്റിക് എനർജി ഇതിനകത്ത് എനർജി എത്ര സ്റ്റോർ ചെയ്യുന്നു, ഒരു ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ എത്ര സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്യാത്തവരെ നോട്ട് ചെയ്യാം. Magnetic energy inside the solenoid. അപ്പോൾ നമുക്ക് പവർ എന്ന് പറയുന്ന ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പവർ ഇസ് ഈക്വൽ ടു എന്താ, വി ഇൻറ്റു ഐ അല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ വി എന്ന് പറയുന്നത് മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി ആണ്, പിന്നെ ഒരു ഐയും കൂടെ. ഓക്കെ, അപ്പോൾ പവറിൻ്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, എന്ത്, ഡി ഡബ്ല്യു ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എൽ ഐ ഡി ഐ ബൈ ഡി ടി. രണ്ട് സ്ഥലത്തും ഡി ടി ഉണ്ടത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എൽ ഐ ഡി ഐ ബൈ ഡി ടി. ഇനി ടോട്ടൽ വർക്ക്, കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ എടുത്ത ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യണം. മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി, എൽ ഐ ഡി ഐ ബൈ ഡി ടി, 0 to ക്യാപിറ്റൽ ഐ ആണെന്ന് വിചാരിക്കുക. ഇൻക്രീസസ് ഫ്രം 0 to ക്യാപിറ്റൽ ഐ. ഇപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ എടുത്ത വർക്ക് ഉണ്ട്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഡി ഐ എന്ന് പറയുന്നത് ഡി ഐ ബൈ ഡി ടി, സോറി ഇവിടെ ഡി ടി ഇല്ല, ഡി ടി ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ മൈനസ് എൽ ഐ ഡി ഐ അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനെ ഐനെ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ ബൈ 2 ലിമിറ്റ് ഫ്രം 0 to ഐ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എൽ ഐ സ്ക്വയർ ബൈ 2 എന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇതെന്താണ്, വർക്ക് ഡൺ ആണ് അല്ലേ. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള റിലേഷൻ എന്താ, മൈനസ് ഓഫ് വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എൽ ഐ സ്ക്വയർ എന്നാണ് കേട്ടോ. ഹാഫ് ഓഫ് എൽ ഐ സ്ക്വയർ എന്നാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ മാഗ്നറ്റിക് എനർജി ഇൻസൈഡ് ദ സോളിനോയിഡ് യു ഇസ് ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ് വ്യത്യസ്തപ്പെടുത്തണമെന്നോ അങ്ങനെ വല്ല കമൻസുകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്.
ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. നല്ല വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.